അപ്പോൾ നമ്മളുടെ സുരേഷ് ഗോപി നടത്തുന്ന കലുങ്ക് സൗഹൃദ സദസ്സ് ഇതെല്ലാം വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പറയാതെ വയ്യ, സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം മോദിജി താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത്രയ്ക്ക് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമസ്കാരം. അപ്പോൾ നമ്മളുടെ കേന്ദ്ര സഹമന്ത്രി തൃശൂർ MP ശ്രീ സുരേഷ് ഗോപി കലുങ്ക് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസം തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഈ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആദ്യത്തെ ആ ഒരു ദിവസം തന്നെ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വന്നു. ആ ഒരു പരാതി അദ്ദേഹം സ്വീകരിക്കാതെ വിട്ടു. അതോടെ CPM-കാർ പുതിയ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. MLA വീട്ടിൽ പോയി വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള പണം എത്രയും പെട്ടെന്ന് അനുവദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു. അതുപോലെ തന്നെ തൃശ്ശൂര് ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചടങ്ങ് നടന്നപ്പോൾ അതിൽ ഒരു സ്ത്രീ കരുവന്നൂര് ബാങ്കിലത്തെ പണത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷനിൽ ജയിച്ചത് എന്നൊക്കെയായിരുന്നു അവരുടെ വാദം. അതോടുകൂടി സുരേഷ് ഗോപി എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് പ്രധാനമായിട്ടും ഒരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ BJP-യുടെ നേതാവ് നടത്തുന്ന ഒരു ചടങ്ങിൽ എല്ലാ മാധ്യമങ്ങളും ഫോളോ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വിവാദം അല്ലെങ്കിൽ ഒരു കൈപ്പിഴ അല്ലെങ്കിൽ ആ നാക്കിൽ നിന്ന് വീണു പോകുന്ന, അബദ്ധത്തിലാണെങ്കിലും വീണു പോകുന്ന കാര്യങ്ങൾ അത് വൈറലാക്കുക, വിവാദമാക്കുക, അതിനെക്കുറിച്ച് കുറെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യുക, ഇതൊക്കെയായിരിക്കും അവരുടെ ലക്ഷ്യം. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ രണ്ടാമത്തെ കേസിലും ആ സ്ത്രീക്ക് കരുവന്നൂര് ബാങ്കില് നിന്ന് 10,000 രൂപ മരുന്നിനുള്ള സഹായം കിട്ടി. സത്യത്തില് അവര് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പോലെ ആ കലുങ്ക് സംവാദം എന്ന് പറയുന്നതിനെ വക്രീകരിച്ച് കാണിക്കുന്നതിന് വേണ്ടി CPM ഇറക്കിയ ഒരു ചാവേറാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവര് ഈ 10,000 രൂപ കിട്ടിയതോടുകൂടി അവര് പറഞ്ഞത് സുരേഷ് ഗോപിയോട് പോയി ചോദിക്കുന്നതിന് പകരം നേരത്തെ തന്നെ കരുവന്നൂർ ബാങ്കിൽ പോയാൽ മതിയായിരുന്നു എന്നാണ്. അപ്പോ ഈ CPM പ്രവർത്തകരൊക്കെ ഇത്രയും നാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ സുരേഷ് ഗോപി ഇവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നോ ഈ 10,000 രൂപ കൊടുക്കാൻ? ഈ സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1,75,000 രൂപ വീട്ടുവേല ചെയ്ത് പാത്രം കഴുകി ഉണ്ടാക്കിയ പണം ആ കരുവന്നൂര് ബാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ 1,75,000-ൽ നിങ്ങളുടെ ആ ഒരു പണം, ആ പണത്തിൽ നിന്നാണ് 10,000 രൂപ തന്നിരിക്കുന്നത്. ബാക്കി 1,65,000 ഇപ്പോഴും ആ കരുവന്നൂര് ബാങ്കിൽ തന്നെ കിടക്കുകയാണ്. അപ്പോ അവിടെയാണ് ഈ സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ കലുങ്ക് സംവാദം എന്നൊക്കെ പറയുന്നത് പ്രസക്തമാവുന്നത്. പക്ഷേ അതിൽ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതെല്ലാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഈ കൊച്ചുവേലായുധനെയാണെന്നുണ്ടെങ്കിലും ഈ കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് ചോദിക്കാൻ വന്ന ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിലും അവര് CPM-ന്റെ ആളുകളാണ്, ചാവേറുകളാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ആ ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്. പക്ഷെ ഇന്ന് പറഞ്ഞത് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഈ വക്രീകരിച്ച് കാണിക്കാൻ ആളുകളെ ഇറക്കുന്നവരെല്ലാം അവരോടെല്ലാം ദൈവം ചോദിക്കും എന്നുള്ളത്. എനിക്ക് താങ്കളോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇതുപോലെയല്ല ചെയ്യേണ്ടത്. ദൈവം ഒരിക്കലും നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആരെയും ശിക്ഷിക്കില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക. താങ്കളെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് മോദിജി ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ മൊത്തം ഇതുപോലെയുള്ള കലുങ്ക് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി ഇത്രയും നാള് ഇടത് വലത് മുന്നണികൾ, അതായത് UDF-ഉം LDF-ഉം ജനങ്ങളെ ചതിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണോ, പറഞ്ഞു പറ്റിച്ചിരുന്നത് എങ്ങനെയാണോ, അതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുക. മാത്രമല്ല യഥാർത്ഥ അവസ്ഥ ഇതാണ്. അതായത് ഇപ്പോൾ താങ്കൾ ഒരു കലുങ്ക് സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആദ്യം നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി ഒരു അപേക്ഷ കൊടുക്കുക. അവർ അത് കളക്ടർക്ക് ഫോർവേഡ് ചെയ്യും. ആ കളക്ടർക്ക് ഫോർവേഡ് ചെയ്തതിന് ശേഷം കളക്ടറും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പറയുകയാണ് ഈ ഒരു അപേക്ഷയിൽ തീരുമാനമെടുക്കേണ്ടത് MP ആണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ബോധവൽക്കരണം നടത്തി. കരുവന്നൂരിന്റെ കേസിൽ ഇതുപോലെ തന്നെ താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞു,
ED പണം തരാൻ റെഡിയാണ്. പക്ഷേ ഈ കരുവന്നൂർ ബാങ്ക് ആ പണം സ്വീകരിച്ച് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ നിക്ഷേപകർക്ക് കൊടുക്കാൻ തയ്യാറാകണം. അതിന് സഹകരണ മന്ത്രിയും സഹകരണ വകുപ്പുമാണ് സഹകരിക്കേണ്ടത്. അവരാദ്യം തയ്യാറാവണം ഈ EDയിൽ നിന്നുള്ള പണം സ്വീകരിക്കാൻ. അതുപോലെ തന്നെ റിയാസിന്റെ കേസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാസിനെ ഇരുത്തിക്കൊണ്ട് തൃശ്ശൂർ വരെ മെട്രോ ദീർഘിപ്പിക്കാൻ പറ്റില്ല, അതിന് പകരം മറ്റൊരു ഉപാധിയുണ്ട്, അതിന് ആക്ഷൻ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് താങ്കൾ ഇതുപോലെ ഒരു യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര കാര്യങ്ങൾ ഇതുപോലെ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കുന്നു. ആ ദൗത്യത്തിലൂടെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാതെ പൊതുജനങ്ങളിൽ ആ ബോധവൽക്കരണം നടത്തി അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് കൃത്യമായി ആ വോട്ടുകൾ എന്ന് പറയുന്നത് വോട്ട് പെട്ടിയിലേക്ക് എത്തിക്കുക. ഏത് കക്ഷിയാണ് നല്ലത്, ഡബിൾ എഞ്ചിൻ സർക്കാരാണോ നല്ലത്, ഇതെല്ലാം ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാക്സിമം വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് താങ്കൾ ചെയ്യേണ്ടത്. അവിടെ ഒരിക്കലും ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു ഭാഷ ജനാധിപത്യ സംവിധാനത്തിൽ യോജിച്ചതല്ല. അതിന് പകരം താങ്കൾ ഒരു ദൈവമായിട്ട് പ്രവർത്തിക്കുക. ജനങ്ങളുടെ കാണപ്പെട്ട ജനാധിപത്യത്തിലെ ഒരു ദൈവം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക. ഇതാണ് താങ്കൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. താങ്കളോട് എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ പരമാവധി ഈ പരിപാടിയെ വക്രീകരിച്ച് കാണിക്കാനും താങ്കളെ അധിക്ഷേപിക്കാനുമാണ് ശ്രമിക്കുന്നത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ഒരു ഉപാധി. അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജിയും താങ്കളെ തന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്.